وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. وإن عزموا الطلاق فإن الله سميع عليم. والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. ശരി, ഇവിടെ 225-ാമത്തെ വചനം പരിശോധിക്കാം. റെഡിയാണല്ലോ അല്ലേ? ഓക്കെ. ലാ യുആഖിദുകുമുല്ലാഹു لا يؤاخذكم الله. ഇവിടെ ആദ്യത്തെ അക്ഷരം ലാമിന് ശബ്ദമുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ലാ യുആഖിദു എന്ന് ഓതണോ? വേണ്ട. എന്തിനായിരിക്കും അതങ്ങനെ എഴുതിയത്? തൊട്ട് മുമ്പുള്ള ആയത്ത് പരിശോധിക്കാം. ഇത് 225. 224-ാമത്തെ ആയത്ത് എങ്ങനെയാണ് അവസാനിച്ചത് നോക്കൂ. അലീമുൻ അല്ലേ? നിർത്തിയപ്പോൾ അലീം എന്നാണ് ഓതിയത്. നമ്മളിപ്പോൾ അവിടെ നിർത്താതെ ആ ആയത്ത് വേണമെങ്കിൽ നിർത്താതെ അടുത്ത ആയത്തിനോട് കൂട്ടിയിട്ട് ഓതാം, വിരോധമൊന്നുമില്ല. അങ്ങനെ ഓതാൻ ശ്വാസമൊക്കെ നിയന്ത്രണമുള്ള ആളുകളാണെങ്കിൽ വല്ലാഹു സമീഉൻ അലീമുൻ ലാ യുആഖിദുകുമുല്ലാഹു എന്ന് കൂട്ടി ഓതുമ്പോൾ ലാമിന് ശബ്ദ് വരും. കാരണം അലീമുൻ എന്ന തൻവീന് വരുന്നു, അതിനുശേഷം ലാമ് വരുന്നു, ഇദ്ഗാം സംഭവിക്കുന്നു, മെർജ് ചെയ്യുന്നു, ലയിപ്പിക്കുന്നു. ലയിപ്പിക്കുമ്പോൾ മുൻ എന്ന നൂനിൻ്റെ ശബ്ദം, തൻവീനിൻ്റെ ശബ്ദം ലാമിൻ്റെ കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന കട്ടിയാണ്, കനമാണത്. നോർമലി നമ്മൾ ആ ആയത്തിൽ തുടങ്ങുമ്പോൾ നോർമൽ ലാമ് മതി. ലാ യുആഖിദുകുമുല്ലാഹു എന്ന് തന്നെ മതി കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം. ബില്ലഗ്വി ഫീ അയ്മാനികും ഓതു. لا يؤاخذكم الله باللغو في أيمانكم ولكن
يؤاخذكم بما كسبت قلوبكم لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. ഓക്കെ, ഇത് നമുക്ക് കൂടെ നോക്കാം, ഒന്നിച്ചോതാം. ഓതിക്കോളൂ. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. ഓക്കെ, കൃത്യമായി ഒന്നുകൂടെ കേൾക്കുക, ഓതി പഠിച്ച ഭാഗം, ബാക്കിയുള്ളതും കേൾക്കാം. എന്നിട്ട് കൃത്യമായി അക്ഷരങ്ങളൊക്കെ വായിച്ചു നോക്കുക. ലാ എന്നതിൽ ലാമും അലിഫുമാണുള്ളത്. യു ആ എന്നിടത്ത് യാ ആണ്. പിന്നെ വാവിൻ്റെ മുകളിൽ ഹംസ എഴുതിയിട്ട് അലിഫ് കൊടുത്തു, യു ആ എന്ന് വായിച്ചു. പിന്നെ ഹാന് കെസർ കൊടുത്തതാണ്. പിന്നെ ദാലാണ്, അതിന് ദമ്മാണ് കൊടുത്തത്. കാഫിനും ദമ്മാണ് കൊടുത്തത്. മീമാണ്, അതിന് ദമ്മാണ് കൊടുത്തത്. പിന്നെ അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയാണ്. കൂട്ടി വായിക്കുമ്പോൾ ലാ യുആഖിദുകുമുല്ലാഹു എന്നാണ്. അതങ്ങനെ എല്ലാവരും ഒരേ വേഗതയിലൊന്നും പെട്ടെന്നൊന്നും കൂട്ടി വായിക്കാൻ കിട്ടുന്ന പോലെ ആയിരിക്കില്ല. അപ്പം മെല്ലെ മെല്ലെ ലാ യുആഖിദുകുമു, ലാ യുആഖിദുകുമു അല്ലാഹു, ലാ യുആഖിദുകുമുല്ലാഹു. എന്നിട്ട് ഒന്ന് സ്പീഡ് ചെല്ലാൻ പഠിക്കാം. ലാ യുആഖിദുകുമുല്ലാഹു. അങ്ങനെ ഈണവും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക ഓരോ വാക്ക് വായിക്കുമ്പോഴും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 225 മുതൽ 228 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത്. 225-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഅബി ഫീ ഐമാനിക്കും. ബോധപൂർവമല്ലാതെ വെറുതെ അള്ളാഹുവിൻ്റെ പേരിൽ ശപഥവാക്കുകൾ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. ഇതിന് മുമ്പത്തെ ആയത്തിൽ സത്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പേരിൽ ഇങ്ങനെ അനാവശ്യമായി സത്യം ചെയ്ത് പറയരുത്. അത് ആ സത്യം ചെയ്യുക എന്നത് നല്ല കാര്യങ്ങൾക്ക്, തഖ്വയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് തടസ്സമാവരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹു. ഇനി അറിയാതെ ഒരു തമാശയായിട്ടൊക്കെ അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുക്കും. ബോധപൂർവം നിങ്ങൾ സത്യം ചെയ്താൽ അതിൻ്റെ പേരിലാണ്. അത് മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ, ശരിക്ക് കൽബ് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ സത്യം ചെയ്താലാണ് അള്ളാഹു നിങ്ങളെ പിടികൂടുക. അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകുക. അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്യുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വല്ല ആളുകളും അങ്ങനെ ബോധപൂർവമല്ലാതെ അബദ്ധത്തിൽ അങ്ങനെ സത്യം ചെയ്തു പോയാൽ അതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഏത് വിഷയവും ഇങ്ങനെ തന്നെയാണ്. അബദ്ധത്തിൽ ഒരാളെന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അള്ളാഹു ഗഫൂറുൻ ഹലീം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും
സഹനശീലനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. തുടർന്ന് കൊണ്ട് വേറൊരു വിഷയമാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. الذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. الذين يؤلون من نسائهم തങ്ങളുടെ ഭാര്യമാരുമായി ഇനി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്ത് നിൽക്കുന്നവർ, ഭാര്യമാരുമായി ഇനി സംഭോഗം ചെയ്യുകയില്ല, ശാരീരികമായ ബന്ധം ഏർപ്പെടുകയില്ല എന്ന് ശപഥം ചെയ്ത ആളുകൾ തറബസു 4 അശ്വരി, അവരെ 4 മാസം കാത്തിരിക്കേണ്ടതാണ്. ഇനി ഫൈൻ ഫാഊ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അതിനിടയിൽ അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്, ഞാൻ ഭാര്യയുമായിട്ട് പ്രശ്നമൊന്നുമില്ല, അതിൽ തിരിച്ചു വരികയാണ്, ഭാര്യയുമായി ഇനി ഭാര്യയിൽ ബന്ധങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അങ്ങനെ ആദ്യം സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് ആ സത്യലംഘനം നടത്തിയതിന് അതിന് പ്രായശ്ചിത്തം നൽകുകയും അവൾ അതിന് മുമ്പ് തന്നെ 4 മാസത്തിന് മുമ്പ് തന്നെ അവരുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ മടങ്ങുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അള്ളാഹു വേറെ പൊറുക്കുന്നവനും കാരുണ്യവാനും. അങ്ങനെ ചെയ്ത് തെറ്റാണ് എന്നൊരു സൂചനയാണ് ഇവിടെ തരുന്നത്. എന്തെങ്കിലുമൊക്കെ ഭാര്യനോടുള്ള ദേഷ്യത്തിന് അവളെ മേൽ ബന്ധപ്പെടുകയില്ല എന്നൊക്കെ ശപഥം ചെയ്യുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ സത്യലംഘനം നടത്തിയാൽ അതിനുള്ള പ്രായശ്ചിത്വം നൽകേണ്ടതാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ, തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യലംഘനം നടത്തിയാൽ 3 ദിവസം അതിന് 3 ദിവസത്തെ നോമ്പ് നൽകുക, അല്ലെങ്കിൽ അതിന് പകരമായി അഗതികളായ ആളുകൾക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുക എന്നതാണ് ശപഥത്തിന് പരിഹാരമായി ഇസ്ലാം നിർദ്ദേശിച്ചത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ അസീസ് ഫഇന്നല്ലാഹ സമീഉൻ അലീം. ഇനി അവർ വിവാഹമോചനം തന്നെ നടത്തുകയാണെങ്കിലോ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അതുകൊണ്ട് ഈ വിവാഹമോചനം, തലാഖ് എന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അള്ളാഹു ഇതെല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു അവസാനിപ്പിക്കുക. താൽക്കാലികമായ എന്തെങ്കിലും ഭാര്യയോടുള്ള എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ തലാഖ് ചെയ്യരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലാഖ് എന്നത് അള്ളാഹുവിൻ്റെ അർശ് കുലുക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു തൻ്റെ ഭാര്യയുമായി ഇനി ഒരിക്കലും യോജിച്ച് പോവുകയില്ല എന്ന് ഉറപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തലാഖ് ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ആ തലാഖിലേക്ക് തന്നെ പ്രവേശിക്കാൻ അതിന് കുറേ ഘട്ടങ്ങൾ സൂറത്തു നിസായിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് വേണം തലാഖിലേക്ക് പ്രവേശിക്കേണ്ടത്. വൽ മുതല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. അങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ വൽ മുതല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ, അവർ 3 ശുദ്ധികാലം അവർ കാത്തിരിക്കേണ്ടതാണ്. ഖുറൂ എന്നത് ഖറ എന്നതിൻ്റെ ബഹുവചനം. ഖറ എന്ന് പറയും, ഖുർ എന്ന് പറയും, ഇതിൻ്റെ ബഹുവചനമാണ്. അഥവാ 2 ആർത്തവത്തിൻ്റെ ഇടയിലുള്ള ശുദ്ധികാലത്തിനാണ് ഖുർ എന്ന് അറബിയിൽ പറയുന്നത്. അങ്ങനെ 3 ശുദ്ധികാലം അവർ കാത്തിരിക്കണം. ലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന. ഒരിക്കലും അള്ളാഹു അവരുടെ ഗർഭാശയങ്ങളിൽ സൃഷ്ടിച്ചു വെച്ചത് മറച്ചു വെക്കുക എന്നത്
അവർക്കൊരിക്കലും ചേർന്നതല്ല. ഇൻ കുന്ന യുമിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അവർ വിശ്വസിക്കുന്നുവെങ്കിൽ. അപ്പം അങ്ങനെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിലൊരു ലക്ഷ്യം ഗർഭം ആണോ എന്ന് അറിയുക എന്നതാണ്. അങ്ങനെ ഗർഭവതിയാണ് എങ്കിൽ ആ ഗർഭം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ കുട്ടിയുടെ സംരക്ഷണമൊക്കെ ഈ നേരത്തെ ഉള്ള ഭർത്താവ് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വബുഊലത്തുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന ഫീ ദാലിക, ഇനി ഈ 3 ശുദ്ധികാലത്തിനുള്ളിൽ അവളെ തിരിച്ചെടുക്കാൻ ഭർത്താവ് ആഗ്രഹിക്കുകയാണെങ്കിൽ വബുഊലത്തുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന, അവൾക്ക് തിരിച്ചു വരുവാൻ ഏറ്റവും അർഹതപ്പെട്ടത് അവളുടെ ഭർത്താവ് തന്നെയാണ്. ഇപ്പോൾ തലാക്ക് ചെയ്ത ആദ്യ ഭർത്താവ്, ആ തലാക്ക് പൂർണ്ണമായിട്ടില്ല, ആദ്യത്തെ തലാക്കാണത്. അങ്ങനെ 3 ശുദ്ധികാലം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ 2 കൂട്ടർക്ക് ഒന്നിച്ച് പോകാൻ താല്പര്യമാണ് എങ്കിൽ അത് ആദ്യ ഭർത്താവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് ഏറ്റവും ഹക്കായിട്ടുള്ളത് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇന്നറാദു ഇസ്ലാഹൻ, നന്മയാണ് അവരുദ്ദേശിക്കുന്നത് എങ്കിൽ. എന്നിട്ട് അല്ലാഹു ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം വിശ്വാസികളെ പഠിപ്പിക്കുന്നു. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന, തീർച്ചയായും അവർക്കുണ്ട്, മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ പോലെ തന്നെ ഭാര്യയ്ക്കും ചില അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയ്ക്ക് തീർച്ചയായും വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. അവളുടെ എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണവും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയുമായി, ഭാര്യയുമായി ഏറ്റവും നന്നായി പെരുമാറുക എന്നത്, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, അവൾക്ക് വേണ്ട വസ്ത്രം, പാർപ്പിടം, സൗകര്യങ്ങൾ, ഭക്ഷണം, മറ്റൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കുക എന്നത്, അതുപോലെ തന്നെ അവളുടെ കുട്ടികളുടെ ചെലവുകൾ, അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നത് ഭർത്താവിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും പൂർണ്ണനായ ഒരു വിശ്വാസി എന്ന് പറയുന്നത് സൽസ്വഭാവമുള്ളവനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരുമായി ഏറ്റവും നല്ല രൂപത്തിൽ സഹവസിക്കുന്നവനാണ്. പുറത്ത് നല്ല സ്വഭാവക്കാണ്, മറ്റുള്ളവരോടൊക്കെ നല്ല ചിരിച്ച് കളിച്ച് നല്ല സ്വഭാവത്തിലാണ്. പക്ഷേ വീട്ടിൽ വന്നാൽ വളരെ മോശമായ സ്വഭാവമാണെങ്കിൽ അയാൾ മോശക്കാരനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ അഹലുകാരുമായി, നിങ്ങളുടെ ഭാര്യമാരുമായി, കുട്ടികളുമായൊക്കെ നന്നായി സഹവസിക്കുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വലിയ റിജാലി അലൈഹിന്ന ദറജ, എന്നാൽ പുരുഷന്മാർക്ക് ചില പദവികളുണ്ട്. അത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നൽകിയതാണ്. സ്ത്രീ പുരുഷനെ പോലെയല്ല, പുരുഷൻ സ്ത്രീയെ പോലെയുമല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂറത്തുൽ നിസായിൽ അള്ളാഹു പറയുന്നത്, ആ പുരുഷന് ആ പദവി കൊടുക്കാനുള്ള 2 കാര്യം. ഒന്ന്, സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. 2, ഒരു സ്ത്രീ ഭാര്യയുടെ എല്ലാ സാമ്പത്തിക ചെലവുകളും നിർവഹിക്കേണ്ടത് പുരുഷനാണ്. സ്ത്രീക്ക് ഇസ്ലാം ഒരു നിലക്കും സാമ്പത്തികമായി യാതൊരു വിധത്തിലുമുള്ള ബാധ്യതയും ഏൽപ്പിക്കുന്നില്ല. അതൊരു മകൾ എന്ന നിലക്കാവട്ടെ, ഭാര്യ എന്ന നിലക്കാവട്ടെ, ഉമ്മ എന്ന നിലക്കാവട്ടെ, ഏത് നിലയിലാണെങ്കിലും ഒരു സ്ത്രീക്ക് സാമ്പത്തികമായ ഒരു ബാധ്യതയും ഇസ്ലാം ഏൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ സ്വത്ത് ഭാഗിക്കുന്നിടത്തൊക്കെ തന്നെ അങ്ങനെ ചില വ്യത്യാസങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത്. കാരണം സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ റിജാലി അലൈഹിൻ ദറജ, സാമ്പത്തികമായൊരു ഉത്തരവാദിത്വം അവളെ ഏൽപ്പിക്കാതെ തന്നെ യാതൊരു വിധത്തിലുമുള്ള ഒരു പിതാവിൻ്റെ സ്വത്തിൽ ഒരു നിലക്കുമുള്ള അവകാശമില്ലാതിരുന്ന കാലത്താണ് ഇസ്ലാം അവർക്ക് പുരുഷൻ്റെ പകുതി സ്വത്ത്, അവൾക്ക് ഒരു ചെലവുമില്ല, ഒരു ചെലവും അവിടെ പേരിൽ ഏൽപ്പിക്കാതെ അവൾക്ക് പകുതി സ്വത്ത് നൽകിയിരിക്കുന്നത്. അല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു ഏറെ പ്രതാപശാലിയും ഏറെ ജ്ഞാനമുള്ളവനുമാകുന്നു, ഹിക്മത്തുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ എല്ലാം
അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب دعوة